ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മെഷീനിൽ എണ്ണ ഇടണത് എങ്ങനെയെന്ന് കാണിക്കാം. ആദ്യം പല്ലിലാണ് എണ്ണ ഇടണത്. പല്ലിൽ നല്ലതുപോലെ എണ്ണ ഇട്ട് കൊടുക്കണം പല്ലിൽ. എന്നിട്ട് ഈ കാണുന്ന ചെറിയ ചെറിയ ഹോളുകളിലെല്ലാം എണ്ണ ഇടണം. എല്ലാ ഹോളുകളിലും എണ്ണ ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് കിടക്കണം എണ്ണ. അപ്പം അതുവഴി അകത്ത് വയ്ക്കോളും. മെഷീനകത്ത് ഓയിൽ വാങ്ങാൻ കിട്ടും. വാങ്ങി ഇടാൻ പറ്റാത്തവർക്ക് വെളിച്ചെണ്ണ ഇടാം. വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഒരു എണ്ണയും ഇട്ടുവിടാം. ഈ തുരുമ്പെടുത്ത പഴയ മെഷീനിലാണെങ്കിൽ ശകലം മണ്ണെണ്ണ ചേർക്കാം. അമ്പല്ല മെഷീനിലാണ് ഇങ്ങനെ അടപ്പ് വരണ ഒരു സാധനം ഉള്ളത്. ആ അടപ്പ് ഒക്കെ ഇട്ട് വേണം അതിനകത്ത് എണ്ണ ഇട്ട് കൊടുക്കണം. ചെറിയ ചെറിയ ഹോളുകളുണ്ട് എല്ലാത്തിലും. അത് വീലിലാണ്. വീലിൽ നല്ലതുപോലെ എണ്ണ ഇട്ട് കൊടുക്കണം. എല്ലായിടത്തും ദിവസവും എണ്ണ ഇട്ട് കൊടുക്കണം. വീലിൽ എണ്ണ ഇട്ടാലേ നല്ലതുപോലെ കറങ്ങുള്ളൂ. എണ്ണ ഇടാതിരുന്ന കുറച്ച് ദിവസം കഴിയുമ്പോൾ തുരുമ്പെടുക്കും. ആ പ്ലേറ്റ് സ്ക്രൂ ഒന്ന് തുറന്നിട്ട് പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി അകത്തോട്ട് എണ്ണ ഇടണം. അയ്യോ, അടപ്പ് തുറന്നു. എന്നിട്ട് തിരിച്ച് സ്ക്രൂ മുടുക്കി വെച്ച് കൊടുക്കണം. ഫ്രണ്ട് വശത്ത് കൊച്ചു കൊച്ചു ഹോളുകളെല്ലാം ഉണ്ട്. എല്ലായിടത്തും ഇട്ട് കൊടുക്കണം. അപ്പം അത് ഈ പൊടി കയറി അടഞ്ഞിരിക്കണമെന്ന് കൂടെ നോക്കണം. എന്നിട്ട് ചെറിയ ഈ മെഷീൻ സൂചിയോ വല്ലതും എടുത്ത് വെച്ചാൽ ഇതെല്ലാം പൊടിയൊക്കെ ഒത്തിയെടുത്ത് കളഞ്ഞിട്ട് വേണം എണ്ണ ഇടമെങ്കിൽ എണ്ണ ഇറങ്ങുള്ളൂ. ഇതിൻ്റെ അടിഭാഗത്താണ്. അടിഭാഗത്ത് വീലിൻ്റെ ആ ഭാഗമാണ്. വീല് കറങ്ങുന്നിടത്ത് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഭാഗങ്ങളിലൊക്കെ എണ്ണ ഇട്ടാലേ നല്ല സ്മൂത്തായിട്ട് കറങ്ങുള്ളൂ. എല്ലാ ഭാഗത്തും ഇടണം. ഈ റാഡ് വന്നിരിക്കുന്നത് വീലിൻ്റെ ചവിട്ടുന്ന സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു റാഡ് വന്നിരിക്കും. അവിടെ ആ രണ്ട് സൈഡില്ല, അതിൻ്റെ രണ്ട് സൈഡിൽ എണ്ണ ഇടണം. ചവിട്ടണ സ്റ്റാൻഡിൻ്റെ രണ്ടറ്റത്ത് ഇട്ട് കൊടുക്കണം. എങ്കിലേ നല്ലതുപോലെ ചവിട്ടാവുള്ളൂ. കടക്കൂല. എല്ലാ ഭാഗങ്ങളിലും എണ്ണ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മെഷീൻ്റെ ബെൽറ്റ് ഊരിയിട്ട് അടിഭാഗത്ത് എണ്ണ ഇട്ട് കൊടുക്കണം. അതൊരാഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കറക്കി ഏതെല്ലാം ഭാഗത്താണ് അടിയിലുള്ള എല്ലാ ഇതിലും എണ്ണ ഇടേണ്ട. ഒരാഴ്ചയിൽ ഒരു ദിവസം മെഷീൻ മലത്തി വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. മീതെ മാത്രം എണ്ണ ഇടണം. എണ്ണ ഇട്ട് കൊടുത്താൽ നല്ലതായിട്ട് മെഷീൻ ഒരു കേടുമില്ലാതെ കിടക്കും വർഷങ്ങളോളം. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയാണ്. തുടക്കക്കാർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത്. നമ്മൾ സൂക്ഷിക്കും പോലെ ഇരിക്കും. വർഷങ്ങളോളം കിടക്കും മെഷീന്. എണ്ണയിട്ട് തുടച്ച് പറക്കി സൂക്ഷിച്ചാൽ ഒരു കുഴപ്പമില്ല. പഴയ മെഷീനായാൽ പോലും കിടക്കും, ഒന്നും ചെയ്യില്ല. സൂക്ഷിക്കണം. എണ്ണയിട്ട് സൂക്ഷിച്ച് തുടച്ച് പറക്കി സൂക്ഷിച്ചാൽ മെഷീന് ഒരു കുഴപ്പമില്ല.
ഒരാഴ്ചയിലൊരിക്കൽ മറിച്ച് വെച്ചാൽ മതി. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. വെളിച്ചെണ്ണ തന്നെ ഇടാൻ നോക്കണം, അല്ലെങ്കിൽ ഓയിൽ വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി, അത് കുഴപ്പമില്ല. വേറെ എണ്ണയൊന്നും മാറി ഇടരുത്. വേറെ എണ്ണ ഇട്ടാൽ മെഷീന് ഈ കട്ടയായിരിക്കും. മെഷീൻ കുറച്ച് തണുപ്പൊക്കെ ആകുമ്പോൾ ഇത് ഒലിച്ച് പോവാതെ കട്ട പിടിച്ചകത്തിരിക്കും. അതുകൊണ്ട് കഴിവതും ഓയിൽ വാങ്ങിച്ചിടണം, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇടാവുള്ളൂ. പിന്നെ ഇത്തിരി കൂടെ ഇത്തിരി ഈ വെളിച്ചെണ്ണയിൽ കൂടെ ശകലം ഒരു തുള്ളി മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിട്ട് പോവും. തുരുമ്പൊക്കെ വരുന്ന മെഷീനിൽ ശകലം മണ്ണെണ്ണ ഇട്ട്, മണ്ണെണ്ണ മാത്രം തുരുമ്പ് വന്ന മെഷീനിൽ ആദ്യം മണ്ണെണ്ണ മാത്രം ഇട്ടിട്ട് ഒന്ന് വൃത്തിയാക്കിയ ശേഷം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ സൂക്ഷിക്കും പോലെ ഇരിക്കും മെഷീൻ്റെ. ഈ തയ്ക്കാതിരിക്കുമ്പോൾ ഒരു പൊടി കയറാതിരിക്കാനും അടച്ചു ഉറക്കി വെക്കണം.